ചാലക്കുടിയിലെ 56-കാരന്റെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. പരിയാരം സ്വദേശിയായ പോട്ടോക്കാരൻ വർഗീസിനെ കൊന്നത് സ്വന്തം മകനാണ്. പോൾ വർഗീസും ജോലിക്കാരനും പോലീസ് പിടിയിലായി. ഈ മാസം 21-നാണ് വർഗീസിനെ തലയ്ക്ക് പരിക്കേറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. വീടിനകത്തെ സ്റ്റെയർ കേസിൽ നിന്ന് വീണ് പരിക്കേൽക്കുകയായിരുന്നു എന്നാണ് മകൻ എല്ലാവരോടും പറഞ്ഞിരുന്നത്. എന്നാൽ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാരിൽ ചിലർ പോലീസിന് വിവരം നൽകി. ചികിത്സയിലിരിക്കെ 25-ന് വർഗീസ് മരിച്ചു. തലക്കേറ്റ ആഘാതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി. അതോടെ മകൻ പോളിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. അവശതയുള്ള വർഗീസ് എങ്ങനെ പടിക്കെട്ട് കയറിയെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ പ്രതിക്കായില്ല. ഒടുവിൽ പോലീസ് ചോദ്യം ചെയ്യലിൽ പിതാവിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് സമ്മതിച്ചു. അച്ഛനും മകനും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാകാറുണ്ടായിരുന്നുവെന്നും ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് പറയുന്നു. മകൻ പോളിന്റെ സഹായിയായ ജോലിക്കാരൻ തിരുവനന്തപുരം സ്വദേശി ജോസഫിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊല്ലപ്പെട്ട വർഗീസിന്റെ ഭാര്യയും ഇളയ മകനും വിദേശത്താണ്. പ്രതിയെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുത്തു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.